കഴിഞ്ഞ ദിവസമായിരുന്നു ഡോക്ടർ റോബിനെതിരെ കുറച്ച് ആരോപണങ്ങളുമായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുണ്ടെങ്കിൽ വേദലക്ഷ്മി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോബിൻ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്. വേദലക്ഷ്മിയെ കുറേയധികം പേർക്കെങ്കിലും അറിയാമായിരിക്കും. മുമ്പത്തെ സീസണിലൊക്കെ ഉള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് കൂടിയായിരുന്നു. അപ്പോഴത്തേന് ഈ ഒരു വേദലക്ഷ്മി ഇതേ കണക്ക് പറയുന്നു. അതുപോലെ തന്നെ വേറെ ഒരു വ്യക്തി, ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒരു വോയിസ് പുറത്തിടുന്നു. ഇതേ കണക്ക് ഈ ഒരു റോബിൻ സംസാരിക്കുന്നു. BJP ഉണ്ടെങ്കിൽ വർഗീയവാദികളാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു വോയിസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഡോക്ടർ റോബിൻ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഈ ഒരു വേദലക്ഷ്മി പറയുന്ന കണക്കെന്ന് പറഞ്ഞാൽ വേദലക്ഷ്മിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ കുറച്ച് സമയം വേണ്ടി വരും. ഈ ഒരു വേദലക്ഷ്മി ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ടാണ്. ഇവർക്ക് ഞാൻ പൈസ ഇടയ്ക്ക് വെച്ച് അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ അക്കൗണ്ട് വഴിയൊക്കെയാണ് ആ ഒരു വ്യക്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ ഒരു ഇലക്ഷനൊക്കെ നിൽക്കുന്നതിന് മുമ്പ് ഈ ഒരു വേദലക്ഷ്മിയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇതേ കണക്കൊരു വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഈ ഒരു പൈസയുടെ ഒക്കെ പേരും പറഞ്ഞിട്ട് ഇലക്ഷൻ സമയത്ത് എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇതേ കണക്കൊരു വീഡിയോ എടുക്കാൻ നിങ്ങൾ നിന്ന് തരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടർ ഡ്രേക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എന്നെ ആദ്യമേ സഹായിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെന്നെ ഭീഷണിപ്പെടുത്തുന്നത് അറിഞ്ഞിട്ട് ഇവർക്കെതിരെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു വ്യക്തിക്ക് എന്നിൽ നിന്ന് പൈസയൊന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ കൂടെ നിന്ന് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളുടെ കുറേയധികം വോയിസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പ്രസ് മീറ്റിലും ഈ ഒരു റോബിൻ ഉണ്ടെങ്കിൽ ആ ഒരു BJPയെ വർഗീയവാദികളെന്ന് വിളിച്ചതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനൊന്നും തരുന്നില്ലായിരുന്നു. റോബിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേറൊരു ടോപ്പിക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മാത്രമായിരുന്നു റോബിൻ ആ ഒരു പ്രസ് മീറ്റിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്.